പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് വണ്ടി വെക്കാനോ ഓടാനോ സമ്മതിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ ഇലക്ട്രിക് ഓട്ടോകൾ എടുത്തവരുണ്ടാവും മറ്റുള്ള ജില്ലക്കാരൊക്കെ. നിങ്ങളൊക്കെ എന്താണ് പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇലക്ട്രിക് ഓട്ടോ എടുത്തിട്ട് ഓടുമ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇഷ്യൂകൾ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ഭയങ്കരമായിട്ട് ഇതിന്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വേണ്ടപ്പെട്ട അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും വേണ്ടപ്പെട്ട നടപടിക്രമങ്ങൾ നിങ്ങൾ കൈക്കൊള്ളണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തൊഴിലിന് ഇറങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നെ ഗവൺമെന്റ് സബ്സിഡി കാര്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് അവര് മറ്റുള്ള തൊഴിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള തൊഴിലിന് ഇറങ്ങുന്നത്. അപ്പം വണ്ടി കാര്യങ്ങളൊക്കെ ഇത്രയും ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുതൽ മുടക്കിയിട്ട് 4-5 ലക്ഷം ഉറുപ്പ്യ ഇപ്പം നിലവിലുണ്ടല്ലേ വണ്ടികൾക്കൊക്കെ. അപ്പം ആ ഒരു വണ്ടികൾക്ക് 4-5 ലക്ഷം ഉറുപ്പ്യൊക്കെ മുടക്കിയിട്ട് വണ്ടികൾ എടുത്തിട്ട് നിരത്തിൽ പ്രോപ്പറായിട്ട് ഓടാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ ഉപകാരമുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവർക്കും ജീവിക്കേണ്ടടോ, അവർക്കും ജീവിക്കണ്ടേ? ഇപ്പൊ നാട്ടില് കണ്ണൂർ ജില്ലയിൽ